ഭയങ്കരമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള സർജറി. ദായമ്മ കൈ എന്ന് പറയും. ദായമ്മ കൈ. ഇത് സർജറി ചെയ്യുന്നത് നിർവ്വാണം എന്ന് പറയും. നിർവ്വാണം ചെയ്യും. അത് ദായമ്മ കൈ ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്ത്. ഞങ്ങളുടെ ഇതിൽ ദായമ്മ ചെയ്യുന്ന ഒരാളുണ്ട്, ദായമ്മയുണ്ട്. ദായമ്മയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരെയാണ് ദായമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറേ നാള് ഇപ്പം നമ്മൾ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയും, അവർ പറയും ഇത് ഒന്നിൽ നീ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. കൂടുതൽ നമ്മൾ മരിക്കാനാണ് ചാൻസ്. രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ഈ ലിംഗം സ്വന്തമായി അറുത്തു മാറ്റിയവർ വരെ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഏറെ ഞെട്ടലുവാക്കുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. അതായത് മറ്റാരെയും കുറിച്ചുമല്ല, LGTVയുടെ, അതായത് നമുക്കറിയാം LGTV എന്ന് പറയുന്ന ആ ഒരു സംഘടന ബിഗ് ബോസിലടക്കം വലിയ രീതിയിൽ പ്രാധാന്യത്തോട് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. LGTVയുടെ പ്രമുഖ വ്യക്തികളെ നമുക്കറിയാം. നാദരാമകരൻ അല്ലെങ്കിൽ ജാസി ഉൾപ്പെടെയുള്ള ചെയർമാനായി കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ റിയാസ് സലീം, ഗെയിം ചേഞ്ചർ റിയാസ് സലീം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ LGTVയെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. LGTVയുമായി ബന്ധപ്പെട്ട് LGTVയുടെ ക്രൂര വിനോദങ്ങളെക്കുറിച്ച് എല്ലാം വെട്ടി തുറന്നുകൊണ്ട് ഒരു പ്രമുഖ LGTVയുടെ ഒരു ദേശീയ വക്താവാണെന്ന് മനസ്സിലാക്കുന്നു, പറഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ കണ്ടില്ല, ഒരു പുതുമുഖം തന്നെയാണ്, ദേശീയ വക്താവാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പകയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ഒരു അടഞ്ഞ റൂമിലിരുത്തും. ഇത്രയും ദിവസം, ഒരു 41 ദിവസമൊക്കെ ഇരുത്തിയിട്ട് അവർക്ക് പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചിട്ടവട്ടങ്ങളായിട്ട് ഇരുന്നിട്ട് അവസാന അത് കഴിഞ്ഞിട്ടാണ് ഈ ദായമ ചെയ്യുന്നത്. അവിടെയാണ് ഈ രഹസ്യ പൂജകളെല്ലാം ചെയ്യുന്നത്. അവിടെ ചെയ്യും. ആ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പൂജ നമ്മൾക്കൊന്നും അറിയത്തില്ല, കാരണം ദായമ ചെയ്യുന്നവർക്ക് ആ സമയത്തുള്ള പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ദായമ ചെയ്യുന്നത്. കാരണം ആ കാലഘട്ടത്തിലൊന്നും നമുക്കില്ല, നമുക്കത് അറിയത്തുമില്ല. അപ്പം കേരളത്തിൽ വളരെ പഴയ കുറേ സീനിയറായിട്ടുള്ള ആൾക്കാർക്കുണ്ടാവും. അവരൊക്കെ കേരളത്തിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതായത് പഴയ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ജാൻമണിയെ പോലുള്ളവർ എന്തായാലും ഉണ്ടാവും. ഓൾക്ക് നല്ല പ്രായമുണ്ട്. അതായത് ജാൻമണി അടക്കമുള്ള ആളുകൾ അനുഭവിച്ച ഒരു വേദന. ഈ ഒരു വീഡിയോയുടെ ഹെഡിങ് തന്നെ എഴുതിയിരിക്കുന്നത് തിളച്ച എണ്ണ ഒഴിച്ച് ലിംഗം മുറിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ദുരവസ്ഥയാണ്. അതായത് LGTVയുടെ മറവിൽ നടക്കുന്ന ഇത്തരം ക്രൂരമായ വിനോദങ്ങൾ പുറംലോകം അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തിളച്ച എണ്ണ ഒഴിച്ച്, ഗുജറാത്തിൽ വെച്ചാണ് ശസ്ത്രക്രിയ. തിളച്ച എണ്ണ ഒഴിച്ചതിന് ശേഷം ലിംഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം അത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി വൈകിട്ടത്തെ കടിയായിട്ടോ കുടിയായിട്ടോ ഒക്കെ കഴിക്കുക, മുളക് ബജിയായിട്ട് കഴിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തൊരവസ്ഥയാന്ന് വെക്കുക. ഒത്തിരി പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ചില സർജറി ചെയ്ത് കളഞ്ഞു പോവുക എന്ന് മാത്രമല്ല, പക്ഷേ ഇതിൻ്റെ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ദോഷങ്ങൾ മാറാനും എടുക്കാനും സർജറിക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ പൂജകൾ ചെയ്യുന്നുണ്ട്. പൂജ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷി മാത എന്ന് പറഞ്ഞൊരു മാതയുണ്ട്. ഞങ്ങളുടെ കുലദൈവം എന്ന് പറഞ്ഞാൽ സന്തോഷി മാത. ആ മാതയാണ് ഞങ്ങളുടെ കുലദൈവം. അർദ്ധനാരി ഞങ്ങളുടെ എന്ന് വെച്ചാൽ നമുക്ക് അർദ്ധനാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരുടെയും ഒരു അർദ്ധനാരി സങ്കല്പമാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ദൈവമുണ്ടോ. നമ്മൾ ഞങ്ങളുടെതിൽ കോഴിപ്പുറത്തിരിക്കുന്ന ഒരു ദേവിയുണ്ട്, സന്തോഷി മാത എന്ന് പറഞ്ഞാൽ. ആ മാത ഇവിടെയല്ല, ഗുജറാത്തിൽ ബഹിജാര എന്നൊരു സ്ഥലത്തെ ദേവിയാണ്. അതായത് കോഴിപ്പുറത്തിരിക്കുന്നൊരു ദേവി, അത്രയും വെയിറ്റ് കുറഞ്ഞൊരു ദേവിയാണെന്നാണ് തോന്നുന്നത്. കോഴിപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. കോഴിപ്പുറത്തിരിക്കുന്ന ഒരു ജീവനുള്ള ദേവിയാണ് സന്തോഷ് മാത. സന്തോഷ് മാതയുടെ അടുത്താണ് ഇത്തരം ആളുകളെ കൊണ്ടു ചെല്ലുന്നത്. എന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ നാട്ടിൽ ഈ LGTVയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന പൈസ ഇല്ലാത്ത, ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു പെങ്കൊച്ച്, അതായത് ട്രാൻസ്ജെൻഡർ, ശസ്ത്രക്രിയ നടന്നിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, കാണാൻ നല്ല സുന്ദരിയാണ്, ഫോട്ടോ ഞാൻ കണ്ടു, ഫോട്ടോ എനിക്ക് അയച്ചു തരികയായിരുന്നു. സുന്ദരിയാണ്, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടില്ല. എന്നോട് വലിയ താല്പര്യം കാണിച്ച്. ഞാൻ പറഞ്ഞ LGTV ആയതുകൊണ്ട് മാത്രമല്ല, ഇത്തരം ആളുകൾ, പെണ്ണായാലും ഞാൻ അത്തരം ഒരു പരിപാടി എന്നെ കൊണ്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി. വലിയൊരു ആരാധന ഇങ്ങോട്ട് കാണിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞത് തമ്പാനൂർ ഇത് കണക്ക് ഈ പരിപാടി ചെയ്യുകയാണ്. വൈകിട്ട് തമ്പാനൂർ വന്നിട്ട് 2000-3000 രൂപ തന്ന് കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നു. ഇതാണ് പരിപാടി. ഇനി ശസ്ത്രക്രിയ കൂടി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് സാമ്പത്തികമില്ലാതെ ഈ രീതിയിൽ, അതായത് ചെറിയൊരു ശ്രേണത ഉള്ളത് കൊണ്ട് ഒരു സെക്സ് വർക്കറായി അല്ലെങ്കിൽ ഒരു LGTV മെമ്പറായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. ഇത്രയും അധികം, അതായത് എണ്ണയിലിട്ട് മുളക് ബജിയാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു അവയവത്തെ മാറ്റണമെന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്.
ആയിട്ടുള്ള പൊട്ടകൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളുടെ കൾച്ചറിൽ വിളിക്കുന്നത് പൊട്ടകൾ എന്നാണ്. ഇപ്പോൾ എല്ലാവരും ഞാൻ സ്വന്തമായിട്ട് സ്ത്രീയാണ്, ഞാൻ സർജറി കഴിഞ്ഞെല്ലാം സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ തന്നെ കേരളത്തിലുള്ള കമ്മ്യൂണിറ്റി എല്ലാം കൂടെ എന്നെ വന്നിട്ടിരിക്കാറില്ല. പൊട്ടകൾ എന്ന് പറഞ്ഞാൽ പൊട്ട ജന്മം എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടത്തേങ്ങ എന്ന് പറയത്തില്ലേ, അതുപോലെ ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരു ജന്മം. ആ ജന്മം ജീവിച്ച് തീർക്കുക. ഈ ഭൂമിയിലേക്ക് വന്നു, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അപ്പോൾ അതിൻ്റെ കുറേ ആചാരങ്ങൾ. അപ്പോൾ സർജറി നിർവ്വാണം ചെയ്യുക. നമ്മൾ ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും നമ്മൾ ജീവിക്കുമ്പോൾ ദൈവമായി തന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അറുത്ത് മാറ്റുമ്പോൾ അത് നമ്മുടെ ഇഷ്ടപ്രകാരം മാറ്റുന്നതാണ്. ദൈവികമായി നമുക്ക് കിട്ടിയ നമ്മുടെ ഒരു ശരീരം അത് അറുത്ത് മാറ്റുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു LGTBയുടെ ദേശീയ വക്താവ് നമ്മുടെ നാട്ടിൽ പണ്ടെന്തോ നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടനാണ്, കുടുംബമൊക്കെ ഉള്ളൊരു പഹയനായിരുന്നു. ഓനിപ്പോൾ ഈ ഒരു രീതിയിലായി. അതായത് ഓനൊരു സത്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പൊട്ടത്തേങ്ങയുടെ അവസ്ഥയാണ് LGTBയുടെ ആളുകളുടെ അവസ്ഥ. പൊട്ടത്തേങ്ങയ്ക്ക് തുല്യം. നമ്മുടെ നാട്ടിൽ ഇപ്പം ജാസി അടക്കമുള്ള ആളുകൾ, റിയാസ് അടക്കമുള്ള ആളുകൾ വാദിക്കുന്നു, നാദറൊക്കെ വാദിക്കുന്നത് LGTBയെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം, LGTBയിൽ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കണം, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാർ ഈ ഒരു ദേശീയ വക്താവിൻ്റെ ഈ ഒരു അഭിപ്രായം കണക്കിലെടുക്കണം. ഇതാണ് അവസ്ഥ. പൊട്ടത്തേങ്ങ. അതായത് പരമാവധി എൻ്റെ ഒരു അഭിപ്രായം, ഇച്ചിരി ശ്രേണത വന്നു പോയതിൻ്റെ പേരിൽ ഓടിപ്പോയെങ്കിൽ LGTB ജോയിൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഈ സാധനം ചെത്തിക്കളഞ്ഞതിന് ശേഷം അത് മാറ്റാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രേണത കുറച്ച് എത്രയോ ശ്രേണന്മാരായിട്ടുള്ള പഹയന്മാർ കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ ഒരു കുടുംബം എത്രത്തോളം സക്സസ് ആണ് എന്നത് പിന്നത്തെ വിഷയം. പക്ഷേ അതിലും വലിയ ദുരന്തമാണ് LGTB പോയി കഴിഞ്ഞാൽ. LGTB പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ നേടുന്നത് എനിക്കറിയത്തില്ല ഇപ്പോഴും. ഈ പോയ പഹയന്മാരൊക്കെ ഒരു 10-60 വയസ്സാകുമ്പോൾ ഇവർ പോകുന്ന ഈ മേക്കപ്പ് അടിച്ച് സൂക്ഷ്മമായിട്ട് ആഹാരം കഴിച്ച് സെക്സ് വർക്ക് നടത്താൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. ഒരു 10-60 വയസ്സാകുമ്പം ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ഈ പരിപാടിയൊക്കെ നടക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 10-60 വയസ്സായ ഒരു LGTB മെമ്പറിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ഒരു അടഞ്ഞ റൂമിലിരുത്തും. ഇത്രയും ദിവസം, ഒരു 41 ദിവസമൊക്കെ ഇരുത്തിയിട്ട് അവർക്ക് പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചിട്ടവട്ടങ്ങളായിട്ട് ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ദായമ ചെയ്യുന്നത്. അവിടെയാണ് ഈ രഹസ്യ പൂജകളെല്ലാം അവിടെ ചെയ്യും. ആ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പൂജ നമ്മൾക്കൊന്നും അറിയത്തില്ല. കാരണം ദായമ ചെയ്യുന്നവർക്ക് ആ സമയത്തുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ദായമ ചെയ്യുന്നത്. കാരണം ആ കാലഘട്ടത്തിലൊന്നും നമുക്കത് അറിയത്തുമില്ല. അപ്പം കേരളത്തിൽ വളരെ പഴയ കുറേ സീനിയറായിട്ടുള്ള ആൾക്കാർക്കുണ്ടാവും. അവരൊക്കെ കേരളത്തിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതായത് ദേശീയ വക്താവ് സൂചിപ്പിക്കുന്നത് നേരത്തെ സർജറിക്ക് മുന്നേ ഉള്ള ഇവരുടേതായ തായമ്മയുടെ ഒരു സർജറിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ജീവിക്കാനും മരിക്കാനും സാധ്യതയുള്ള രീതിയിലുള്ള ഒരു സർജറി. ഈ ഒരു കാലഘട്ടത്തിൽ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി. അത് സർജറി ചെയ്ത് കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ വന്ന് യഥാർത്ഥത്തിൽ ഈ തായമ്മ ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പരിപാടി. അതായത് സർജറി ചെയ്യുന്ന ആളുകൾ ജീവിത അവസാനം വരെ ഒരുപാട് ഗുളിക കഴിക്കണം. 7-8 ഗുളിക കഴിക്കേണ്ട അവസ്ഥ. പരമാവധി ഗുളിക കഴിക്കാതിരിക്കാനാണ് മനുഷ്യൻ നോക്കുന്നത്. ഒരു ശാരീരിക പ്രശ്നം ഇല്ലാത്ത പഹയന്മാർ ഇതേപോലെ പോയി പെണ്ണായതിനു ശേഷം ബ്രസ്റ്റിന് വേണ്ടിയുള്ള ഒരു മരുന്ന്, രോമം വരാതിരിക്കാനുള്ള മരുന്ന്, അത് കണക്ക് തന്നെ ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹോർമോണിന് വേണ്ടിയുള്ള ഒരു മരുന്ന്, അങ്ങനെ ഇത്രയും അധികം മരുന്നുകൾ കഴിച്ചൊരു പെണ്ണാവാൻ ശ്രമിക്കുന്നു. ഒന്നാലോചിച്ച് വെക്കുക. സ്വന്തം ദൈവം തന്ന ആ ഒരു സ്വരൂപം ഇല്ലാതാക്കിയതിന് ശേഷം ഒരു നിത്യരോഗി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഏറ്റവും നശിപ്പിക്കുന്ന ഒരു പ്രവണതയല്ല ഈ ഒരു സംഭവം. ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സർജറി അമേരിക്കയിൽ സ്റ്റേ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇതിനൊരു സാമ്പത്തിക ചെലവ് വരും എന്നുള്ളത് കൊണ്ടാണ് ട്രംപ് സ്റ്റേ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ നല്ല കാര്യം തന്നെയാണ്. ഇത്തരം പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ രീതിയിലുള്ള ആൾക്കാരെ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് LGTBയെ സംബന്ധിച്ച്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇവർക്കെതിരെ LGTBയുടെ പ്രധാന നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ, റിയാസ് സലീം അടക്കമുള്ള ആളുകൾ, നാദിറ മെഹറിൻ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയേക്കാം. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.